ഒരു മോഹൻലാൽ സിനിമയ്ക്ക് പോസിറ്റീവ് റെസ്പോൺസ് വന്നാൽ ബോക്സ് ഓഫീസിൽ സംഭവിക്കുന്നത് എന്താണെന്ന് മോളിവുഡ് പലകുറി കണ്ടിട്ടുള്ളതാണ്. തൊട്ടുമുൻപുള്ള മലയാള സിനിമകളുടെ ചരിത്രത്തിലെ തന്നെ ഒരുപക്ഷേ ഏറ്റവും വലിയ പ്രീ റിലീസിംഗ് പബ്ലിസിറ്റിയുമായി എത്തിയ എമ്പുരാന് സമ്മിശ്ര പ്രതികരണമാണ് ലഭിച്ചതെങ്കിലും ബോക്സ് ഓഫീസിൽ 250 കോടി ക്ലബിൽ ഇടം പിടിക്കുന്ന ആദ്യ മലയാള സിനിമയായി മാറി. ആരാധകരും കുടുംബ പ്രേക്ഷകരുമെല്ലാം ഒരേ സ്വരത്തിൽ പോസിറ്റീവ് അഭിപ്രായം പറയുന്ന ഒരു മോഹൻലാൽ ചിത്രം വന്നിട്ട് ഏറെക്കാലമായി. ഇന്നലെ തിയേറ്ററുകളിലെത്തിയ തുടരും എന്ന ചിത്രത്തിലൂടെ അത് സംഭവിച്ചിരിക്കുകയാണ്. ആദ്യ ഷോയ്ക്കിപ്പുറം പോസിറ്റീവ് അഭിപ്രായം വന്നതോടെ ടിക്കറ്റ് വിൽപ്പനയിൽ വൻ നേട്ടമാണ് ചിത്രം കൈവരിച്ചത്. റിലീസിന് 2 ദിവസം മുമ്പ് മാത്രം ആരംഭിച്ച അഡ്വാൻസ് ബുക്കിംഗിൽ ചിത്രം മികച്ച പ്രതികരണം നേടിയിരുന്നു. എന്നാൽ റിലീസ് ദിനത്തിൽ ആദ്യ ഷോയ്ക്കിപ്പുറം പോസിറ്റീവ് അഭിപ്രായം രചിച്ചതോടെ ടിക്കറ്റ് ബുക്കിംഗ് വെബ്സൈറ്റുകളിൽ കുതിച്ചുകയറ്റമാണ് സംഭവിച്ചത്. പ്രമുഖ ബുക്കിംഗ് പ്ലാറ്റ്ഫോമായ ബുക്ക് മൈ ഷോയിൽ മണിക്കൂറിൽ 3500 35,000-ലധികം ടിക്കറ്റുകൾ വിൽക്കുന്ന നിലയിലേക്കും ചിത്രം ഇന്നലെ എത്തിയിരുന്നു. റിലീസിന് ശേഷമുള്ള ഈ കണക്ക് എമ്പുരാന് ലഭിച്ചതിനേക്കാൾ കൂടുതലായിരുന്നു. ഇപ്പോൾ ഇതാ മറ്റൊരു കണക്ക് കൂടി പുറത്തുവിട്ടിരിക്കുകയാണ്. റിലീസ് ദിനത്തിൽ ഇന്ത്യൻ സിനിമ നേടിയ ബുക്ക് മൈ ഷോ ബുക്കിംഗിന്റേതാണ് അത്. 2025-ൽ റിലീസ് ചെയ്യപ്പെട്ട ഇന്ത്യൻ സിനിമകളിൽ റിലീസ് ദിനത്തിലെ ബുക്ക് മൈ ഷോ ബുക്കിംഗിൽ നിരവധി വൻപൻ ഇതര ഭാഷാ ചിത്രങ്ങളെയും തുടരും പിന്നിലാക്കിയിട്ടുണ്ട്. ലിസ്റ്റിൽ 2-ാം സ്ഥാനത്താണ് ചിത്രം. തുടരും ഇന്നലെ ബുക്ക് മൈ ഷോ വഴി വിറ്റത് 4.30 ലക്ഷം ടിക്കറ്റുകളിൽ രാം ചരണിന്റെ ഗെയിം ചേഞ്ചർ, വെങ്കിടേഷിന്റെ സംക്രാന്തി, മോഹൻലാലിന്റെ തന്നതായ എമ്പുരാൻ, അജിത് കുമാറിന്റെ ഗുഡ് ബാഡ് ആഗ്ലി, നന്ദപുരി ബാലകൃഷ്ണനുടെ ഡാഗു മഹാരാജ്, സൽമാൻ ഖാന്റെ സിക്കന്ദർ, അജിത് കുമാറിന്റെ വിടാമുയർച്ചി, നാഗചൈതന്യയുടെ തണ്ടേൽ എന്നീ ചിത്രങ്ങളെല്ലാം പിന്നിലാക്കി. ഈ വർഷത്തെ കണക്കിൽ തുടരുമിന് മുന്നിലുള്ള ഒരേയൊരു ചിത്രം വിക്കി കൗശൽ നായകനായ ബോളിവുഡ് ചിത്രം ചാവയാണ്. 6.68 ലക്ഷം ടിക്കറ്റുകളാണ് ചിത്രം റിലീസ് ദിനത്തിൽ വിറ്റത്.